ഒരു നല്ല ശ്രോതാവാകാനുള്ള മനസ്സുണ്ടെങ്കിൽ, മറ്റൊരാളെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കൊരു കഥ കേട്ടാലോ? ഇനി ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് കരുതിയിരുന്ന നേരത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണെന്ന് പുറം ലോകത്തോട് പറയേണ്ടി വന്നപ്പോൾ, ഈ വയസ്സാങ്കാലത്ത് പ്രസവിക്കാൻ നടക്കുകയാണെന്ന് കളിയാക്കുന്നവരുടെ നടുവിൽ പാവം ഒരമ്മ, അതിലുപരി ഒരു 17 വയസ്സുകാരനോട് നിന്റെ അമ്മയ്ക്കിത് എത്ര മാസാ, നിന്റെ അമ്മ പ്രസവിച്ചോടാന്നൊക്കെയുള്ള കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പാവം വല്യേട്ടൻ. ഈ 2 പേരുടെയും സങ്കടം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, താൻ കഴിച്ച വഴിപാടുകളുടെയും പ്രാർത്ഥിച്ച ഈശ്വരന്മാരുടെയും അനുഗ്രഹം കൊണ്ടാണ് ഈ പ്രായത്തിൽ വീണ്ടും ഒരു അച്ഛനാവാൻ പോകുന്നതെന്ന് പറയുന്ന അച്ഛൻ, സന്തോഷവും സങ്കടവും ഒന്നുമില്ലാതെ നിർവികാരത അടങ്ങിയ ഭാവമുള്ള ചെറിയേട്ടനും മണിയേട്ടനും. നീ ഗർഭിണിയായാലും പ്രസവിച്ചാലും എന്നെ നോക്കാൻ നീ അല്ലാണ്ട് മറ്റാരും ഇല്ലേടി എന്ന് പറയുന്ന അച്ഛമ്മ. ഇത്രയും പേരടങ്ങുന്നതാണ് ആ കുടുംബം. എല്ലാ കളിയാക്കലുകളും അവസാനിപ്പിച്ചുകൊണ്ട് പ്രസവവേദന അന്നമ്മയെ പൊന്നാനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പ്രസവമുറിയുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീമഴ പെയ്യുന്ന മനസ്സുമായി നടന്ന അച്ഛൻ്റെ ചെവിയിലേക്ക് വെള്ളയുടുപ്പിട്ട മാലാഖിയുടെ ആ വാക്കുകൾ, യശോദ പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. ഇത്രയും കേട്ടപ്പോൾ അതുവരെ തീമഴ പെയ്ത അച്ഛൻ്റെ മനസ്സിൽ പിന്നീട് അങ്ങോട്ട് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു മഞ്ഞുമഴ പെയ്തു. പെൺകുഞ്ഞാണെന്ന് കേട്ടപ്പോൾ അതുവരെ അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തൊട്ട് അമ്മയോടും കുഞ്ഞിനോടും വല്യേട്ടനുണ്ടായിരുന്ന വെറുപ്പ് എത്ര പെട്ടെന്നാണെന്നറിയോ ഉരുകിയില്ലാണ്ടായത്. ഈ കാണപ്പെട്ടവരുടെ സന്തോഷത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഇടയിലേക്ക് പിറന്നു വീണ ആ പെൺകുഞ്ഞ് ആരാപ്പൊന്ന് ചോദിക്കുന്നവരോട്, അതിപ്പോൾ വേറെ ആരുള്ളപ്പാ, ഈ ഇമ്മൾ തന്നെയാണേ. ഇതാണ് ഇമ്മളുടെ ഒരു ജനനം, ഇമ്മളുടെ ഒരു കുടുംബം. ഞാൻ എൻ്റെ അച്ഛൻ്റെ രാജകുമാരിയായി. അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ അച്ഛന്മാരുടെയും രാജകുമാരികൾ തൻ്റെ പെൺമക്കളാണല്ലോ. ഇമ്മള് ജനിച്ചതോടുകൂടി വീടിൻ്റെ മൊത്തം താളം തന്നെ മാറി. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ദൈവം പലപ്പോഴും ഒരു വലിയ സന്തോഷം തരുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാളും വലിയ സങ്കടം കരുതി വെക്കുന്ന പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരു കരുനികൾ ഞങ്ങളുടെ ജീവിതത്തിലും തന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അടങ്ങിയ ജീവിതം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ട നമ്മളുടെ ആ പഴയ കാലം കഥയിലൂടെ നമുക്ക് ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരാം. ഗൃഹാതുരത നിറഞ്ഞ നാടൻ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടന്നാലോ? അങ്ങനെ ഒരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി, കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടാ.